Good afternoon all. Good afternoon, sir. Good afternoon, ma'am. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. How are you all? Fine. 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 Okay. Yeah. ക്ലാസ്സിൽ എങ്ങനെ പോകുന്നു? Going well. Okay. So, യൂണിറ്റ് 1 നോക്കിയിരുന്നോ എല്ലാവരും? ഞാൻ നോക്കാൻ പറഞ്ഞിരുന്നു. നോക്കിയിരുന്നോ? Yes, ma'am. നോക്കി. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? പറയൂ, എന്തൊക്കെ മിണ്ടാത്തെ? അറിയാൻ നോക്കിയോ? യൂണിറ്റ് 1 നോക്കിയിരുന്നോ? ക്ലാസ് റൂം ഇംഗ്ലീഷ്. വായിച്ചു നോക്കിയിരുന്നു. വായിച്ചു നോക്കിയിരുന്നോ? മനസ്സിലായോ ഇങ്ങനെയൊക്കെയാണെന്ന്? കുഴപ്പമില്ല. നോർമലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. അത്രേ ഉള്ളൂ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? No, ma'am. ആർക്കും ഡൗട്ട് ഇല്ലാലോ? ഉണ്ടെങ്കിൽ പറയൂ. ഇല്ല മിസ്. എല്ലാവർക്കും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. ടെക്സ്റ്റ് ചെയ്താലും മതി. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം. ഞാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളിത് വേറെ ക്ലാസ്സിലേക്ക് നമ്മളിത് യൂണിറ്റ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഉണ്ടെങ്കിൽ പറയാം. സോ ഇങ്ങനെ അടുത്ത യൂണിറ്റിൽ നോക്കാം. യൂണിറ്റ് 2. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും മ്യൂട്ട് ചെയ്യണം. ഓക്കെ, യൂണിറ്റ് 2 എന്തൊക്കെയാണ്? നൗൺ ആൻഡ് പ്രോണൗൺ ആണ് അല്ലെ? എന്താണ് നൗൺ? എന്താണ്? വാട്ട് ഈസ് നൗൺ? Noun is the name of the person or place. A person or thing, place, etc. Extra. Okay. എന്താണ്? The noun is the name of a person, place or thing, etc. അല്ലെ? So noun are classified into 4 kinds. അല്ലെ? ഏതൊക്കെയാണ്? They are proper noun, common noun, abstract noun, collective noun. Okay, what is proper noun? Names Proper അല്ല, noun is a specific places. person, ഒരു വ്യക്തിയുടെ പേര്. റെഗുലർ ആയിട്ടുള്ള സംഭവത്തിന്റെ പേര്. ഒരു വ്യക്തിയുടെ പേര് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ഥലം. ഓക്കെ, പ്രോപ്പർ noun എന്ന് പറയുമ്പോ എന്താണ്? നമുക്ക് ഇവിടെ എന്താണ് ആർക്കും ഒരു പേഴ്സൺ ആണോ പ്ലേസ് ആണെങ്കിലോ അല്ലെങ്കിൽ വസ്തുവിനാണെങ്കിലോ നമുക്കൊരു പെർട്ടിക്കുലർലി ഒരു യൂണിക് നെയിം ഉണ്ട് അല്ലെ? എല്ലാവർക്കും അതിൻ്റെതായ ഒരു യൂണിക് നെയിം ഉണ്ട്. എന്റെ പേര് എന്താണ്? അശ്വതി എന്നാണ് അല്ലെ? എന്റെ പേര് അശ്വതിയാണ്. അതെന്റെ പ്രോപ്പർ നൗൺ ആണ് അല്ലെ? എന്റെ പേരാണ്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടേതായ ഒരു നെയിം ഉണ്ട് അല്ലെ? അപ്പൊ അതൊക്കെ എന്താണ്? പ്രോപ്പർ നൗൺ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ദെൻ ഡിസ്ട്രിക്റ്റ് ആയാലും പല ഡിസ്ട്രിക്റ്റ് ഉണ്ട്. ഓരോ ഡിസ്ട്രിക്റ്റിനും അതിൻ്റെതായ ഒരു പേരുണ്ട് അല്ലെ? എറണാകുളം, തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പേരുണ്ട്. സ്റ്റേറ്റ് ആണെങ്കിലും അതുപോലെ ഡിഫറെന്റ് പേരുണ്ട്. മനസ്സിലായോ? അങ്ങനെ നമ്മൾ ഡിഫറെന്റ് ആയിട്ട്, അതായത് ഓരോരുത്തർക്കും ഓരോ വ്യക്തിയാണെങ്കിലും ഓരോ വ്യക്തികളും അവരുടേതായ ഒരു പേരുണ്ടാവും. ഇപ്പൊ ലാംഗ്വേജ് ആയാലും പല ടൈപ്പ് ലാംഗ്വേജസ് ഉണ്ട് അല്ലെ? അങ്ങനെ എന്തോ എന്തോ മണ്ണിലല്ലേ ഇത് വരുന്നത്?
ക്ലിയർ ആവുന്നില്ല. മൊഡ്യൂൾ 2ഓ? യാ, മൊഡ്യൂൾ 2ലാണ് ഇംഗ്ലീഷ് വരുന്നത്. മൊഡ്യൂൾ 2. ഓക്കെ, വോയിസ് ബ്രേക്ക് ആവുന്നു, ക്ലിയർ ആവുന്നില്ല. മൊഡ്യൂൾ 2ലാണ് ഇംഗ്ലീഷ് ഉള്ളത് കേട്ടോ. മൊഡ്യൂൾ 2ല് യൂണിറ്റ് 2 ആണ് ഇപ്പൊ എടുക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ ഒരുപാട് മീൻസ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ അടുത്ത ഏതാണ്? കോമൺ നൗൺ. കോമൺ നൗൺ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? ഇപ്പോ നമ്മളെല്ലാവരും എന്താണ്, വുമൻസ് ആണ് അല്ലെങ്കിൽ ഗേൾസ് ആണ് എന്നൊക്കെ പറയും. അത് കോമൺലി യൂസ് ചെയ്യുന്ന നെയിം ആണ് അല്ലെ. ഒരു ഗേൾ എന്ന് പറയുമ്പോ ആ ഗേൾ എന്ന് പറയുമ്പോ എന്താണ്, അത് കോമൺ നെയിം ആണ് അല്ലെ. ഒരാളുടെ വ്യക്തിയുടെ പേരാണെങ്കിൽ അത് അവള് അശ്വതിയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്ക് അവരുടേതായ ഒരു പെർട്ടിക്കുലർ നെയിം കൊടുത്തിട്ടുണ്ട്. അതാണ് എന്ത്, പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കോമൺ നൗൺ എന്താണ്? കോമൺലി യൂസ് ചെയ്യുന്ന നെയിം ആണ്. ഗേൾ ആയിക്കോട്ടെ, ബോയ് ആയിക്കോട്ടെ. ഇപ്പോ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന നെയിം പേര് അത് കോമൺ ആണ്, കോമൺലി യൂസ് ചെയ്യുന്നതാണ് അല്ലെ. ഡിസ്ട്രിക്ട് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഡിസ്ട്രിക്ട്സ് ഉണ്ട് അല്ലെ. അങ്ങനെ ആ പല ഡിസ്ട്രിക്ട്സിനും ഒരു പേര് കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? പ്രോപ്പർ നൗൺ ആണ്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇപ്പോ ഡോഗ് ആയാലും കാറ്റ് ആയാലും അതൊക്കെ കോമൺ നെയിം ആണ്. ആ കാറ്റ് നമ്മുടെ വീട്ടിൽ വരുമ്പോ എന്താണ്, നമ്മുടെ പെറ്റായി അല്ലെ. നമ്മൾ ആ പെറ്റിന്റെ പേര് കൊടുക്കും. അപ്പൊ അതെന്തായി? അത് പ്രോപ്പർ നൗൺ ആയി. ഓക്കെ, അപ്പൊ കോമൺ നൗൺ പ്രോപ്പർ നൗൺ ക്ലിയർ ആയോ? ഇല്ല. യെസ് മിസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, മറക്കരുത്. എന്തായാലും ഡൗട്ട് വെച്ചിട്ട് പോകരുത്. ക്ലാസ്സിൽ വെച്ച് തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യണം. എന്തായാലും ചോദിക്കാം. ചെറിയ ഡൗട്ട് ആണെങ്കിൽ പോയി ചോദിക്കണം. ഓക്കെ, കോമൺ നൗൺ ഒന്നും കൂടി പറയോ മാം? കോമൺ നൗൺ, യാ. കോമൺലി നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നതാണ് കോമൺ നൗൺ. ഇപ്പൊ നമ്മൾ എല്ലാവരും എന്താണ് മലയാളത്തിൽ പറയുന്നത്, നമ്മളെല്ലാ സ്ത്രീകളാണെങ്കിലും പെൺകുട്ടികളാണെന്ന് പറയും. അതൊരു കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലെ. ഇപ്പൊ ഒരാള് പോണ കണ്ടാല്, ഇപ്പൊ ഫ്രണ്ട്, നിങ്ങളുടെ ഫ്രണ്ട് ആരെങ്കിലും അവിടെ പോണ കണ്ടാല് നമ്മള് ആ പെൺകുട്ടി പോകുന്നു എന്ന് പറയും. പെൺകുട്ടി എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കുമ്പോൾ എല്ലാവരും പെൺകുട്ടികളാണ്. കാരണം നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നതാണ് അത് പെൺകുട്ടി എന്ന് പറയുന്നത് അല്ലെ, ഗേൾ എന്ന് പറയുന്നത്. സോ അവർക്ക് പെർട്ടിക്കുലർലി അവർക്ക് അവരുടേതായ ഒരു നെയിം ഉണ്ടാവും അല്ലെ. ഇപ്പൊ ആളുടെ പേര് വിളിച്ചിട്ടാണ് ആളെ വിളിക്കണമെങ്കിൽ ആള് റെസ്പോണ്ട് ചെയ്യും അല്ലെ. അപ്പൊ അവർക്ക് അവരുടേതായ പേരുണ്ട്. അതാണ് എന്ത്, പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. കോമൺലി എന്ന് പറയുമ്പോൾ കോമൺലി എല്ലാവർക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓരോ നെയിം ഉണ്ടാവും. അതാണ് കോമൺ നൗൺ. ഓക്കെ, അപ്പൊ കോമൺ ഏതൊക്കെയാണ് കോമൺ നൗൺ? എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പറഞ്ഞാരെങ്കിലും. ഗേൾ, വുമൺ, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, ഡോഗ്, പ്ലാന്റ്സ്, റിവർ. ഓക്കെ, then മിസ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ പറയുമ്പോ അതും കോമൺ നൗൺ ആയിട്ട് വരില്ലേ? കോമൺ അല്ലേ. ഫ്രൂട്ട്സ്, ആപ്പിള് നൗൺ അല്ലേ, പ്രോപ്പർ നൗൺ അല്ലേ. ആപ്പിളിന് പേരില്ല, ആപ്പിൾ ആണ്, അത് പ്രോപ്പർ നൗൺ. കോമൺ നൗൺ എന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സ്. വെജിറ്റബിൾസ് ആണെങ്കിലും അത് കോമൺ നൗൺ ആണ്. അതിൽ പല ടൈപ്പ് വെജിറ്റബിൾസ് ഉണ്ട്. ക്യാരറ്റ്, ബീട്രൂട്ട്, അതൊക്കെ എന്താണ്, പ്രോപ്പർ നൗൺ. ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ മിസ്. ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ആബ്സ്ട്രാക്ട് നൗൺ ആണ്. ആബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുമ്പോൾ അത് ആ ഒരു പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ്, കാണാനോ കേൾക്കാനോ ഒന്നും പറ്റില്ല. നമ്മുടെ 5 സെൻസ് യൂസ് ചെയ്തിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്തതാണ് എന്ത്, ഈ ആബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. നമ്മുടെ 5 സെൻസ് ഏതൊക്കെയാണ്? ഐസ്, നോസ്, ഇയർ, മൗത്ത്, സ്കിൻ. ഇതാണ് നമ്മുടെ 5 സെൻസ്. ഈ 5 സെൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്തതാണ് ഈ ആബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. അതായത് നമുക്ക് കാണാനോ കേൾക്കാനോ ടച്ച് ചെയ്യാനോ സ്മെല് ചെയ്യാനോ ഒന്നും പറ്റില്ല. മനസ്സിലായോ? ഇപ്പോ വേർഡ് എന്ന് പറയുമ്പോ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് എന്താണ്? കുട്ടിക്കാലാണ്. അതൊരു വേർഡാണ്. ആ വേർഡ് നമുക്ക് ജസ്റ്റ് ഫീൽ ചെയ്യാൻ പറ്റും അല്ലെ, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
പക്ഷെ നമുക്ക് ആ വേർഡ് എന്താണ്, ചൈൽഡ്ഹുഡ് എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ അതൊക്കെ എന്താണ്, ആബ്സ്ട്രാക്ട് നൗൺ ആണെന്ന് പറയാം. അതുപോലെ ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, അല്ല അതൊരു ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കത് ആ കാണാനോ കേൾക്കാനോ തൊടാനോ അങ്ങനെ ഒന്നും പറ്റില്ല അല്ലെ? ആ വേർഡ് അങ്ങനെയാണ്. സോ അതെല്ലാം എന്താണ്, ആബ്സ്ട്രാക്ട് നൗൺസ് ആണെന്ന് പറയാം. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് പറയാമോ? ഹാപ്പിനെസ്, ബ്യൂട്ടി, യൂത്ത്, സോറോ, ഹാപ്പിനെസ്, പേഷ്യൻസ്, ആംഗ്രി, ഇതൊക്കെ എന്താണ്, ഈഗോ, ഇതെല്ലാരും ആബ്സ്ട്രാക്ട് ആണ്, നമുക്ക് കാണാനൊന്നും പറ്റില്ല. അത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? യെസ് ക്ലിയർ ആണ്. Yes. Okay. Then എന്തോ? Once more, please. Once more, please. Okay. Abstract noun എന്ന് പറയുമ്പോ നമുക്ക് ഒരു ഇപ്പോ നമുക്ക് ഈ സ്ക്രീനിലോട്ട് തോന്നുന്ന ടെക്സ്റ്റില് ഡെപ്ത്, ബ്യൂട്ടി, യൂത്ത്, പ്ലഷർ, പേഷ്യൻസ്, ഇത്രയും വേർഡ്സ് എക്സാമ്പിൾസ് കൊടുത്തിരിക്കുകയാണ്. ഈ വാക്കുകൾ നമുക്ക് എന്താണ് കാണാൻ പറ്റുമോ? അതെന്താണെന്നൊക്കെ അറിയാൻ പറ്റുമോ? ഐ മീൻസ് നിങ്ങൾക്ക് ടച്ച് ചെയ്യാനോ നമ്മുടെ 5 സെൻസ് യൂസ് ചെയ്തിട്ട് ഒബ്സർവ് ചെയ്യാനോ അങ്ങനെ പറ്റുമോ നിങ്ങൾക്ക്? പ്രഷർ എന്താണ്, നിങ്ങൾക്ക് പ്രഷർ എന്താണെന്ന് അറിയാം, പക്ഷെ കാണാൻ പറ്റില്ല അല്ലെ? ഫീൽ ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, ആണോ? അതെ. ഇപ്പൊ പേഷ്യൻസ് ആണെങ്കിലും ക്ഷമ, നമുക്ക് ആ വേർഡ് കാണാനൊന്നും പറ്റില്ല, പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അല്ലെ? സോ അത്രയേ ഉള്ളൂ ആബ്സ്ട്രാക്ട് ആണെന്ന് പറയുമ്പോ. എന്തോ മിസ്സേ, ഈ ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മള് കണ്ടല്ലേ അറിയുന്നത്? എന്തെങ്കിലും ഒരു സാധനത്തിന്റെയോ അല്ലെ ആരുടെയെങ്കിലോ ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ കണ്ടല്ലേ അത് അറിയുന്നത്? ഹലോ, ഹലോ മാം. ആർക്കെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് മാത്രമാണോ? ഹലോ, ഇല്ല, കാണാനും പറ്റുന്നില്ല, കേൾക്കാനും പറ്റുന്നില്ല. മിസ് പോയതാണോ? പോയതാന്ന് തോന്നുന്നു. ഹലോ മാം, മിസ്സിന്റെ റേഞ്ച് പോയതാന്ന് തോന്നുന്നു. അതില്ലേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതില് ഒരു ഗ്രൂപ്പില്ലേ, അതിലൊക്കെ നമ്മുടെ നമ്പറുകളാണോ ആഡ് ചെയ്തിട്ടുള്ളത്? ഇതിലുള്ള എല്ലാ സ്റ്റുഡൻസിന്റെ നമ്പേഴ്സ് ആണോ ഉള്ളത്? അതെ അതെ. അതിൽ കുറേ നമ്പേഴ്സ് ഉണ്ട്. അപ്പില്ലേ ഇതില് ടെക്സ്റ്റിന്റെ 100-ലധികം നമ്പേഴ്സ് ഉണ്ട്. കാര്യം പറഞ്ഞില്ലേ, ടെക്സ്റ്റിന്റെ എന്തോ കാര്യം പറഞ്ഞില്ലേ, അതെന്താ നമ്മൾ ചെയ്യേണ്ടത്? ഞാൻ ഇനി വെള്ളിയാഴ്ച അത് ചോദിച്ചിട്ടുള്ളൂ. ഒന്നില്ലെങ്കിൽ PDF പ്രിന്റ് എടുക്കണം. അത് എന്തിലാ PDF നമുക്ക് കിട്ടാ? നമ്മുടെ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട് PDF. അതെല്ലേ? ഇപ്പൊ ഞാൻ ഇന്ന് വൈകിട്ട് പറവൂര് ചേന്നമംഗലം ജംഗ്ഷന്റെ അവിടെ നിന്ന് വാങ്ങാൻ പോയുണ്ട്. അതെ, അതിന് അതായിരിക്കും കൂടുതൽ നല്ലത്. PDF പ്രിന്റ് എടുക്കണേക്കാളും നല്ലത്. അപ്പൊ കാരണം നമുക്കൊന്നും മനസ്സിലാവൂല ഈ PDF. ടെക്സ്റ്റിനില്ലേ എത്ര രൂപ വരും? 1100 നോർമലിന്. പിന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, അതിന് 1600 വരും. രണ്ടും സെയിം തന്നെയാണ്. മറ്റേ ഇതിന് 1600-ന് ലെറ്റേഴ്സ് ഒക്കെ ഇത്തിരി വലുതാണ്, അത്രയും വ്യത്യാസമേ ഉള്ളൂ. ഞാനിപ്പോ 1100-ന്റെയാണ് വാങ്ങണത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾക്ക് ഇതിലുള്ള സ്റ്റുഡൻസുകൾക്ക് ഒരു ഗ്രൂപ്പ് തുടങ്ങിയെങ്കിൽ അത് ബെറ്റർ ആയിരിക്കൂലേ? നമുക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനും. അത് ശരിയാണോ? നല്ല കാര്യം. അത് ശരിയാണ്. എനിക്ക് ഫോണില് വലിയ പിടുത്തൊന്നുമില്ല ഒന്നും ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്നൊരു ഗ്രൂപ്പ് നമുക്ക് സെറ്റ് ആക്കി എടുത്താൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് അറിയാൻ പറ്റും. നല്ല കാര്യമാണ്. അതെന്താ, നമുക്ക് പരസ്പരം ചോദിച്ച് അറിയാലോ. ഇപ്പൊ നമ്മൾ ഈ ടെക്സ്റ്റിനില്ലേ, നമ്മള് ഒരു ഫോൺ നമ്പറിൽ നമ്മൾ വിളിച്ച് വാട്സപ്പ് ചെയ്തിരുന്നു, അതിലാണോ നമ്മൾ ഇത് പറയേണ്ടത്? ടെക്സ്റ്റ് വേണം അതിൽ വിളിച്ചാൽ മതി. പേര്
ആ ആ അവരോട് അതിൽ ചോദിച്ചാൽ അവര് നമ്പർ തരും. ആ ആ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഗ്രൂപ്പ് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളുടെ നമ്പറൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് ആരെങ്കിലും. ചെയ്യാം. ആ എന്നിട്ട് പെടാത്തവരുണ്ടെങ്കിൽ ഇതിൽ പറയുകയും ചെയ്തു അപ്പൊ നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യാലോ. ചെയ്യാം. ഇന്ന് ചെയ്യാം. ഹലോ, ഈ ഓക്കെ, എല്ലാരും ഇന്ന് ഈവനിങ്ങിൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ഒരു വ്യക്തി? പോയോ? ആള് പറഞ്ഞില്ലേ? അപ്പൊ അത് 3 മൊഡ്യൂൾസിനാണോ 1100 രൂപ? അതെ 3 3 മൊഡ്യൂൾസിന് മൊഡ്യൂൾസിന് 1100. 1450 ഞാൻ നേരത്തെ വിളിച്ചായിരുന്നു. ഞാൻ ഇതുപോലെ ടീം 1100 പറഞ്ഞിട്ടുണ്ട്. അപ്പം 1450 രൂപയാണ് GP ചെയ്ത് കൊടുത്തത്. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ 1450 എന്നാ പറഞ്ഞത്. നമ്മ GP ചെയ്തതാണെങ്കിൽ ചിലപ്പോ നമുക്ക് വരുന്നതാണോ പോസ്റ്റ് വഴി, അല്ലെങ്കിൽ നമ്മൾ പോയി കളക്ട് ചെയ്യണോ? ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്താൽ പിന്നെ നമ്മൾ ഈ ക്ലാസ് ശരിക്കും തുടങ്ങിയിട്ട് എത്ര നാളായി? 2 ആഴ്ച ആയിട്ടുണ്ടാവും. അതെല്ലേ. അപ്പൊ ഇതിന് മുന്നത്തെ ക്ലാസ്സുകൾ നമുക്ക് എങ്ങനെ കിട്ടും? അത് ഇതിലുണ്ട്, ക്ലാസ് റൂമിലുണ്ടല്ലോ, ക്ലാസ് ഇട്ടിട്ടുണ്ട്. ക്ലാസ് റെക്കോർഡാ. ക്ലാസ് റൂമിൽ റെക്കോർഡ് ഇട്ടിട്ടുണ്ട്, ക്ലാസ് റെക്കോർഡ് ഒരു ഇട്ടിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒരു റെഡ് ആൻഡ് വൈറ്റ് വരുന്നതാണോ? അതിലാണോ കിടക്കുന്നത്? നമ്മുടെ സ്ട്രീം ഈ ഓഫീസിൽ നിന്ന് പറയണം കേട്ടോ. നമ്മൾ ഈ ക്ലാസ് റൂം ഓപ്പൺ ആക്കുന്ന അതിന്റെ അവിടെ തന്നെ ഓരോ ക്ലാസ്സിന്റെയും. അപ്പൊ അതില് നമ്മൾ ഓരോന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി, അതിൽ കാണും. പറൂര് എവിടെയാണെന്ന് പറയൂ? ഓഫീസ് ചേതമംഗലത്ത്. ചേതമംഗലം ജംഗ്ഷനിൽ മൈജി ഇല്ലേ? മൈജിയുടെ അടുത്ത് ഒരു ശ്രീനാരായണ ഗുരു ഇരിക്കണില്ലേ? അതിന്റെ മുകളിലാണെന്നാണ് പറഞ്ഞത്. അവിടെ ഞാൻ പോയിട്ടില്ല, ഞാനിപ്പോ ഉച്ച കഴിഞ്ഞിട്ട് പോകുള്ളൂ. നമ്മൾ ഒരു ഗ്രൂപ്പ് സെറ്റ് ചെയ്യണമെങ്കിലേ നേരിട്ട് പോയി വാങ്ങിയിട്ട് നാളെ ഇതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഒന്ന് ഇട്ടാ മതി ഗ്രൂപ്പിൽ. അപ്പൊ നമുക്ക് മനസ്സിലാവും. ഞാൻ ഉച്ച കഴിഞ്ഞ് എന്തായാലും പോകുന്നുണ്ട്. ഗ്രൂപ്പ് തുടങ്ങുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതന്നെ. ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങള് കുറച്ച് പേര് ഇപ്പൊ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവര് എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ആ ലിങ്ക് അയച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ആവാലോ. ആ ലിങ്ക് എവിടെ അയക്കുക? വാട്സാപ്പിൽ ശ്രീലക്ഷ്മി തന്നെയാണ് പേര് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ശ്രീലക്ഷ്മി. അപ്പൊ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ആ ലിങ്ക് ഫോർവേഡ് ചെയ്തുതരാം. അപ്പൊ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ പേരും നിങ്ങൾ ഏത് കേസ് ആണോ അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. എന്റെ പേരോട് ആഡ് ചെയ്തേരാം, ശാന്ത. എന്റെ പേര് ജായിഫ. പറഞ്ഞാൽ മതി. ഗ്രൂപ്പിൽ പറഞ്ഞാൽ ഞാൻ ലിങ്ക് അയച്ചുതരാം. എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് എടാ, അയച്ചു. ഏത് ഗ്രൂപ്പിലാന്നാ പറഞ്ഞത്? മനസ്സിലായില്ല, ഒന്നുകൂടി പറയോ? നമ്മുടെ ഇപ്പൊ എല്ലാവരും ഉള്ള ഗ്രൂപ്പില്ലേ, മോണ്ടിസോറിയുടെ ആ ഗ്രൂപ്പിൽ സെർച്ച് ചെയ്ത എന്റെ പേര് മെസ്സേജ് ആക്കാൻ പറ്റില്ലല്ലോ. അല്ല, അതിൽ എന്റെ നമ്പർ ഇട്ടിട്ട് നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാലോ. അങ്ങനെ മെസ്സേജ് അയച്ചാൽ അതില്ലേ ഈ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ കുട്ടിയുടെ നമ്പർ, ലാസ്റ്റത്തെ 4 നമ്പർ ഒന്ന് പറയൂ. നമ്പർ ഇപ്പൊ ഒന്ന് മെസ്സേജ് അയക്കാമോ? അങ്ങനെ നോട്ട് ചെയ്തെടുത്തോളാം. അല്ലെങ്കിൽ നമുക്ക് മറ്റേ മെസ്സേജ് അയക്കണേൽ ഓരോരുത്തരുടെ പേരും നമ്പറും അയച്ചിട്ട് ഞാൻ സുഖമല്ലേ അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ ആഡ് ചെയ്യാലോ അത് വെച്ചിട്ട്. ഐഡി നോക്കിയാ മതി. ശ്രീലക്ഷ്മി ഗോകുലല്ലേ? കണ്ണൂരുള്ള ആരെല്ലാത്തുള്ളേ? കണ്ണൂരുള്ളത് ആരാ ഉള്ളേ?
മാത്രമല്ല. കാസർഗോഡ് ഉണ്ട്. ഞാൻ കണ്ടില്ല. കോഴിക്കോടുണ്ടോ? കോഴിക്കോടുള്ള ആരെയുണ്ടോ? മലപ്പുറം മലപ്പുറം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മലപ്പുറം ഞാൻ പേര് കോഴിക്കോട്. എവിടെയാ? കോഴിക്കോട് എവിടെ? ചോദിച്ചിട്ട് എവിടെ പോയത് ഡൗട്ട് കാണാനില്ല ഡൗട്ട്. കോഴിക്കോട് ഷെഫീന ഫ്രം കണ്ണൂർ വട്ടോളി. അല്ലേ? ഞാൻ കണ്ണൂരാണ്, കണ്ണൂർ ഇരിട്ടി. നിങ്ങൾ എവിടെയാ ഉള്ള? കണ്ണൂർ എവിടെയാ? ഇങ്ങനെ തന്നെയാണോ ക്ലാസ് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കട്ടായി പോവാറുണ്ടോ? ഞാൻ അഞ്ചരക്കുണ്ട്. ഞാൻ ആ സ്ഥലം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനിപ്പോ സെറ്റിൽഡ് എറണാകുളത്ത് ചോറ്റാനിക്കരയിലാണ്. കോഴിക്കോട് ആരാ ഉള്ളത്? താങ്കളോ? ഞാൻ കോഴിക്കോടാണ്. കോഴിക്കോട് കാരന്തൂര്, കുന്നമംഗലം കഴിഞ്ഞിട്ട് പാവണ്ടൂര്. കാരന്തൂര്. കോഴിക്കോടുള്ള ആരെങ്കിലും ഉണ്ടോ ഇതില്? മർക്കസ് കഴിഞ്ഞിട്ട് കൊല്ലത്തൊന്നും ആരും ഇല്ലല്ലോ നിങ്ങൾക്ക് ഒരാളാണോ? പത്തനംതിട്ടക്കാരെങ്കിലും ഉണ്ടോ? കൊല്ലത്തുന്നുണ്ട്. കൊല്ലത്തുന്നുണ്ട്. കൊല്ലം എവിടാ? കൊല്ലം ചേവലക്കര. അഞ്ചൽ ആരെങ്കിലും ഉണ്ടോ? അഞ്ചൽ കൊല്ലത്ത് അറിയോ? പേര് പറയോ? മിസ് പോയതാണോ? കട്ടായതാണോ? ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഇത്രയും ദിവസം നമുക്ക് ക്ലാസ് എടുത്തു. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിന് കയറിയില്ല, ഞാൻ സെക്കൻഡ് ക്ലാസ്സിലാണ് ജോയിൻ ചെയ്തത്. അപ്പൊ ഇത്രയും ക്ലാസ് എടുത്തിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? മിസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് വലിയ ഐഡിയ കിട്ടിയില്ല. നമ്മള് കുറച്ച് ദിവസം കഴിയുമ്പോൾ നേരെയാകും. കുറച്ച് ഗ്യാപ്പ് ഒക്കെ കഴിഞ്ഞല്ലേ നമ്മൾ പഠിക്കാൻ തുടങ്ങി. എനിക്കും ഇതുപോലെ എല്ലാം ആയിട്ടില്ല, കുറച്ച് എവിടേക്കോ എന്തൊക്കെയോ. കുറച്ച് കഴിയുമ്പോ എല്ലാം ക്ലിയർ ആവുമെന്ന് അവര് പറഞ്ഞത്. ആദ്യം ഒരു ടച്ച് കാണത്തില്ല, പിന്നെ എല്ലാം കിട്ടി വരുമെന്നൊക്കെ ഞാൻ പറഞ്ഞു. നമുക്ക് ഈ പറയുന്ന പോലെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാം. അതെ, അതാണ് നല്ലത്. അത് നല്ലൊരു തീരുമാനമാണ്. നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലൊക്കെ ചർച്ച ചെയ്യാൻ പിന്നെ അത് മിസ് പറ്റും. ക്ലാസ് അത് മിസ് വന്നു. കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയില്ല. കഴിഞ്ഞോ? ഡിസ്കഷൻ കഴിഞ്ഞോ? യെസ് മിസ്. ഡിസ്കഷൻ കഴിഞ്ഞു. ആ ഒരു ഗ്യാപ്പ് കിട്ടിയില്ലേ? പോയ നേരം കൊണ്ട് എല്ലാവരും കൂടി തകർത്തു. എന്തോ? ഞാൻ പോയ നേരം കൊണ്ട് എല്ലാവരും കൂടി തകർത്തു. തകർത്തു. നമുക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ നിങ്ങൾ എന്താണ് ഡിസ്കഷൻ? ആർക്കാണ് മനസ്സിലാവാത്തത്? എടുത്തിട്ട് എന്താ മനസ്സിലാവാത്തത്? ആർക്കാണ്? എന്താണ് പറയൂ. 2 ക്ലാസ് കേറിയിട്ടില്ലായിരുന്നു. അതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചതാ. റെക്കോർഡ് ക്ലാസ് കണ്ടു നോക്കിയിരുന്നോ? റെക്കോർഡ് ക്ലാസ് കണ്ടിരുന്നു. മാമിന്റെ ഇംഗ്ലീഷ് സെക്ഷൻ യൂണിറ്റ് 1 കണ്ടിട്ടില്ല. അപ്പൊ അത് നോക്കണം. യൂണിറ്റ് 1 ഞാൻ എടുത്തിട്ടില്ല. ഇന്ന കഴിഞ്ഞ ക്ലാസ് ഒന്നും എടുത്തിട്ടില്ല. ഇല്ല അല്ലെ? ഫസ്റ്റ് ക്ലാസ്സാ മാഡത്തിൻ്റെത്? യൂണിറ്റ് സെക്കൻഡ് ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ വെറുതെ സംസാരിച്ചിരുന്നു അല്ലേ? ഒന്നും പറഞ്ഞില്ല നിങ്ങൾ വെറുതെ സംസാരിച്ചിരുന്നു. നിങ്ങൾ പരിചയപ്പെട്ടു. മിസ്സേ, ശരിക്കും നമുക്ക് മോണ്ടിസോറിയിൽ എത്ര സബ്ജക്ട്സ് ഉണ്ട്? സബ്ജക്ട് ബേസ് ചെയ്തിട്ടാണോ അതോ അല്ലാതെ മൊഡ്യൂൾസിലുള്ള സബ്ജക്ട്സ് നമ്മൾ അങ്ങനെ പഠിക്കണോ വേണ്ടത്? ഫസ്റ്റ് മോഡ്യൂൾ എക്സാം ഉണ്ടാവും. ഫസ്റ്റ് എക്സാം അങ്ങനെയാണ്. ഫസ്റ്റ് മോഡ്യൂൾ വരാം. ഓക്കെ. അപ്പം മിസ് മൊഡ്യൂൾ വൈസ് ആണല്ലോ എക്സാം. ഫസ്റ്റ് മൊഡ്യൂൾ മാത്രമാണ് ഒരു സബ്ജക്ട് ആയിട്ടുള്ളൂ. മോഡ്യൂൾ വൈസ് ആണ് എക്സാം വരുന്നത്. ഇംഗ്ലീഷ് മാത്രം ഇപ്പൊ നമ്മള് സൈക്കോളജി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് അങ്ങനെ സബ്ജക്ട് ആയിട്ടല്ലാണ്ട് ആ മൊഡ്യൂളിൽ തന്നെയാണോ എക്സാമിന് പോണത്? മോഡ്യൂൾ ബേസിലാണ് എക്സാം വരാം. ഓക്കെ. ഇപ്പൊ ഫസ്റ്റ് മോഡ്യൂൾ ആണ് പോർഷൻസ് ഉള്ളത്. അതിനെ ബേസ് ചെയ്തായിരിക്കും എക്സാം വരാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലാസ് എടുക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ
എന്തോ എടുത്തില്ലല്ലോ അപ്പൊ ക്ലിയർ ആയില്ലല്ലോ ഫസ്റ്റ് മോഡ്യൂളില്. സൗണ്ട് ബ്രേക്ക് ആയി പോകുന്നു, ക്ലിയർ ആവുന്നില്ല. ടെക്സ്റ്റ് ചെയ്യൂ. എടുത്തിട്ടില്ലല്ലോ അപ്പൊ എക്സാം അതൊന്ന് തോന്നിയോ? ഫസ്റ്റ് മൊഡ്യൂൾ എടുത്തിട്ടില്ലല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ, എന്നിട്ട് സെക്കൻഡ് മൊഡ്യൂൾ എടുക്കണ കാര്യമാണ് ആ കുട്ടി ചോദിക്കണേന്ന് തോന്നണം കേട്ടാ. അത് നിങ്ങളെ ടൈം ആകുമ്പോഴേക്കും ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിക്കോളും. ഓക്കെ, അതൊന്നും ടെൻഷൻ അടിക്കണ്ട. ടൈം ഉണ്ട്, എക്സാമിന് ടൈം ഉണ്ട്. ഓക്കെ, മിക്കവാറും ഒരു 3 മന്തോ കഴിഞ്ഞായിരിക്കും എക്സാം. അപ്പോഴേക്കും പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആവും. എക്സാമിന് വേണ്ടുള്ള പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നമ്മുടെ ഈ യൂണിറ്റ് 1 അപ്പൊ എക്സാം ഉണ്ടാവുമോ അടുത്തെങ്ങനെ? അടുത്തെങ്ങാനും ഉണ്ടാവില്ല. അങ്ങനെയല്ല മിസ്, മോക്ക് ടെസ്റ്റ് ഉണ്ടാവും പറഞ്ഞില്ലായിരുന്നു. മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അത് ഓരോ ടീച്ചേഴ്സ് എങ്ങനെയാണ്, ചിലപ്പോ ഒരു പോർഷൻ കഴിഞ്ഞിട്ടായിരിക്കും മോക്ക് ടെസ്റ്റ് വെക്കുക. അല്ല മിസ്, ഇപ്പൊ ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് യൂണിറ്റ് ഇപ്പൊ നമ്മള് ഇങ്ങനെ വായിച്ചു വിട്ടല്ലോ, അപ്പൊ അതിന്റെ മോക്ക് ടെസ്റ്റ് അടുത്ത് തന്നെ ഉണ്ടാവും, അതോ ഈ സെക്കൻഡ് യൂണിറ്റ് കൂടെ കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക? അതങ്ങനെയാണ്. ക്ലാസ് റൂം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ബേസിക് ആണ്. അതിൽ ഒരുപാട് മോക്ക് ടെസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ തരാൻ ബുദ്ധിമുട്ടാണ്. അത് കാര്യമായിട്ട് അങ്ങനെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് അതിൽ വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഇപ്പോ മെയിൻ ആയിട്ട് മോക്ക് ടെസ്റ്റ് വരാം. ഇപ്പോ യൂണിറ്റ് 2 നൗൺ ആൻഡ് പ്രോണൗൺ ആ പോർഷൻ ആ ഒരു യൂണിറ്റ് കഴിയുമ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അല്ലാതെ ഞാൻ ഓരോ പോർഷൻസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അല്ലാണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ തരും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ തരുന്നത്. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. സിമ്പിൾ ആണ്, വെറുതെ ഒരുപാട് ടെൻഷൻ എടുക്കേണ്ട. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, പോകെ പോകെ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആകും. ഓക്കെ, ക്ലിയർ ആയല്ലോ? സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട്. ഓക്കെ, ഞാനിപ്പോ ഇതുവരെ പറഞ്ഞ എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. നിങ്ങൾ ശ്രദ്ധിക്കാം. മ്യൂട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ക്ലിയർ ആവില്ല. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇതുവരെ ഞാൻ പറഞ്ഞത് ഏതാണ്? പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, ആബ്സ്ട്രാക്ട് നൗൺ. ഓക്കെ, ഇതുവരെ പറഞ്ഞത് പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, ആബ്സ്ട്രാക്ട് നൗൺ. ഇത് മൂന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദെൻ കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ മീൻസ് നമ്മൾ ഒരു കൂട്ടം എന്താണ്, ഇപ്പോ ഒരു കൂട്ടം സ്റ്റുഡൻസ്, എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്, അതിനെന്താ പറയാ? ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് നമ്മൾ എന്താ പറയാ? ക്ലാസ് എന്ന് പറയും അല്ലെ? ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉള്ളത് എവിടെയാണ്? ക്ലാസ് റൂമിലാണ്. സോ നമ്മൾ അത് ആ ഗ്രൂപ്പിന് നമ്മൾ പറയുന്നത് ക്ലാസ് എന്ന് പറയും അല്ലെ? ക്ലാസ് ആണ്, ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ് ആ ക്ലാസ്സിൽ വരാം. അപ്പൊ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കളക്റ്റീവ് നൗൺ ആണ്. ഓക്കെ, ദെൻ കളക്റ്റീവ് നൗൺ എക്സാമ്പിൾ നമ്മുടെ ഓഡിയൻസ്. ഓഡിയൻസ് എന്താണ്? ഒരു കൂട്ടം കാഴ്ചക്കാരാണ് അല്ലെ? നമ്മളപ്പോ ഒരു കളക്റ്റീവ് നൗൺ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ഓഡിയൻസ് എന്നാണ് അല്ലെ? ഓഡിയൻസ്. പിന്നെ എന്താണ്? ഗാലക്സി. ഗാലക്സി എന്താണ്? ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ്. ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസിനെ പറയാം ഗാലക്സി എന്ന് പറയുന്നത്. അതുപോലെ ഒരുപാട് കളക്റ്റീവ് നൗൺസ് ഉണ്ട്, മനസ്സിലായോ? അതെല്ലാം പഠിക്കണം, ഒരുപാടുണ്ട്. അത് എക്സാമിന് ചിലപ്പോ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അതെന്തായാലും കളക്റ്റീവ് നൗൺ എന്തായാലും നോക്കിയെങ്കിലും വെക്കണം. പിന്നെ ഇവിടെ ജൂറി. ജൂറി എന്ന് പറയുന്നത് എന്താണ്? ജൂറി ജഡ്ജസ് ആണ്. ജഡ്ജസ് ആണ് അല്ലെ? ഒരു ഗ്രൂപ്പ് ഓഫ് ജഡ്ജസിനെ പറയുന്നതാണ് എന്ത്? ജൂറി എന്ന് പറയുന്നത് അല്ലെ? ദെൻ ഫ്ലീറ്റ് എന്താണ്? ഫ്ലീറ്റ്
പറ്റവായിട്ടെന്നുള്ള അർത്ഥം വരും. കൂട്ടമായിട്ട്. ഷീപ്പ് ഷിപ്പാണോ? ഷീപ്പ് ഷീപ്പ് ആടുകൾ. കപ്പൽ കപ്പൽ കപ്പലാണ്, ഷിപ്പാണ്. ഓക്കെ, ഷിപ്പാണ്. ഷിപ്പാണ്. ഗ്രൂപ്പ് ഓഫ് ഷിപ്പാണ് ഫ്ലീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലീറ്റ്. ഇനിയിപ്പോ അവിടെ സ്ക്വാഡ്രം എന്നല്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അവിടെ. എമ്മിന് പകരം എൻ ആണ്, സ്ക്വാഡ്രൺ. ഓക്കെ, സ്ക്വാഡ്രൺ എൻ ആണ്, എം അല്ല എൻ ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അതെന്താണ്? എ ഗ്രൂപ്പ് ഓഫ് പൈലറ്റ്സ് ഓർ പോലീസ് ഓഫീസേഴ്സ് പറയുന്നതാണ് സ്ക്വാഡ്രൺ എന്ന് പറയുന്നത്. ഓക്കെ, എ ഗ്രൂപ്പ് ഓഫ് പൈലറ്റ്സ് ഓർ ഗ്രൂപ്പ് ഓഫ് പോലീസ് ഓഫീസേഴ്സ്, അതാണ് എന്ത് സ്ക്വാഡ്രം എന്ന് പറയുന്നത്. SQADRON, എൻ ആണ്. ഒന്നുകൂടി പറയോ അതിന്റെ ഗ്രൂപ്പ് ഓഫ് പൈലറ്റ്സ് ഓർ ഗ്രൂപ്പ് ഓഫ് പോലീസ് ഓഫീസേഴ്സ്, അതാണ് സ്ക്വാഡ്രോൺ എന്ന് പറയുന്നത്. സ്ക്വാഡ്രോൺ. മിസ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പോയോ? മിസ്, ഈ കോമൺ നൗണും കളക്റ്റീവ് നൗണും തമ്മിലുള്ള ഡിഫറൻസ് എന്താ ഇപ്പൊ വരുന്നത്? കോമൺ നൗണും കളക്റ്റീവ് നൗണും തമ്മിൽ ഡിഫറൻസ് ചെയ്യുമ്പോ എന്താ സംഭവിക്കുന്നത്? കോമൺ നൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന നെയിംസ് ആണ്. ഗേള്, ബോയ്, അതൊന്നും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരല്ല അവിടെ പറയുന്നത്. കളക്റ്റീവ് നൗൺ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം എന്തെങ്കിലും ആയിരിക്കും. മനസ്സിലായോ? ഇപ്പൊ ഒരു കൂട്ടം സ്റ്റാർസ് ഉള്ളതിനെ നമ്മൾ ഗാലക്സി എന്ന് പറയും, ഒറ്റ വാക്കിൽ ഒതുക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് എന്ന് പറയാം. പക്ഷെ അതിന് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പേര് എന്താണ്? ഗാലക്സി ആണ്. ഗാലക്സി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്, ഒരു കൂട്ടം സ്റ്റാർസ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, ഒരു ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്നതാണ് എന്ത് ഈ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതുപോലെ ഒരുപാട് കളക്റ്റീവ് നൗൺ ഉണ്ട്. അതിന്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഇടാം. ഓക്കെ, അപ്പൊ അത് പഠിക്കുക. എക്സാമിന് പ്രതീക്ഷിക്കാം. അതിനെ പഠിക്കാം, അറിഞ്ഞിരിക്കാം എന്താണ് കളക്റ്റീവ് നൗൺ. ഒരുപാടുണ്ട്. ഇപ്പോ ഫ്ലോക്ക് എന്താണ്? ഫ്ലോക്ക് ഒരു കളക്റ്റീവ് നൗൺ ആണ്. എന്തിന്റെയാണ്? ഏത് ഗ്രൂപ്പ് ആയിരിക്കും ഫ്ലോക്കിൽ വരാൻ? ഫ്ലോക്ക് എന്ന് പറയുമ്പോ എ ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ് ഓർ ഷീപ്പ് ആണ്. ഓക്കെ, കളക്റ്റീവ് നൗൺ എഴുതിയെടുക്കണോന്ന് വെച്ചാല് കുറച്ച് എഴുതിയെടുക്കണ്ട, ഞാൻ ഓൾറെഡി നോട്ട് തരും. ഇപ്പൊ നോട്ടിൽ ഇല്ലാത്തത് ഇത് എഴുതിയെടുത്തോളൂ. ഞാൻ പറയാം. ഈഗിൾ, ഒരു ഗ്രൂപ്പ് ഓഫ് ഈഗിൾ എന്താ പറയാ? ഗ്രൂപ്പ് ഓഫ് ഈഗിൾ. ഈഗിൾ മീൻസ് പൈലറ്റ് ആണ്. എ ഗ്രൂപ്പ് ഓഫ് ഈഗിൾ എന്താ പറയാ? കളക്റ്റീവ് നൗൺ. ഒരു നൗൺ എന്ന് പറയുന്നത് ഒരു നെയിം ആണ്. ഓക്കെ, അപ്പൊ എ ഗ്രൂപ്പ് ഓഫ് ഈഗിൾ, ആ ഒരു ഗ്രൂപ്പിന് പറയുന്ന പേര് എന്തായിരിക്കും? ആർക്കെങ്കിലും അറിയോ? ആർമി. ബഞ്ച്. ആർമിയാണോ? ആർമി ഗ്രൂപ്പ് പറ്റം. കോൺവെക്കേഷൻ എന്നാണ് ഗ്രൂപ്പ് ഓഫ് ഈഗിളിനെ പറയുന്നത്. കോൺവെക്കേഷൻ ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, നോക്കാം. കോൺവെക്കേഷൻ പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഈഗിൾ ആണ്. നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് ടൈഗർ എന്താ പറയാ? ടൈഗർ. ആംബുഷ് എന്നാണ് ഗ്രൂപ്പ് ഓഫ് ടൈഗർ വരാം. കളക്റ്റീവ് നൗൺ ആണ് ആംബുഷ്. ഗ്രൂപ്പ് ഓഫ് ഈഗിളിന് പറയുന്നത് പറഞ്ഞോ മാഡം? കോൺവെക്കേഷൻ ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, കമന്റിൽ ഉണ്ടാവും. ഓക്കെ, ടൈഗർ
ടൈഗർ ആംബുഷ് അതും കമന്റിലുണ്ട്, ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ട് നോക്കാം. നെക്സ്റ്റ് സ്മാക്ക്. സ്മാക്ക് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ജെല്ലി ഫിഷിന് പറയുന്നതാണ് സ്മാക്ക്. മാം ഒന്നുകൂടി പറയൂ. സ്മാക്ക്. ഇപ്പൊ ഞാൻ പറയുന്ന എല്ലാരും കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി ഞാൻ മെസ്സേജ് അയക്കുന്നുണ്ട്, നോക്കാം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തെങ്കിലും നോക്കാം. സ്മാക്ക് എന്ന് പറയുന്നത് ജെല്ലി ഫിഷ്, ഗ്രൂപ്പ് ഓഫ് ജെല്ലി ഫിഷിനെ പറയുന്നതാണ് സ്മാക്ക്. നെക്സ്റ്റ് ക്രോക്കഡൈൽ, ഗ്രൂപ്പ് ഓഫ് ക്രോക്കഡൈലിനെ പറയുന്നത് ബാസ്ക്. ഓക്കെ, ഇത് കുറച്ചേ ഉള്ളൂ, ഒരുപാട് ഞാൻ നോട്ട് നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. ഓക്കെ മിസ് ഈ ബക്കറ്റ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയണത് കളക്ഷൻസ് നോണിലല്ലേ വരുന്നേ? ബക്കറ്റ് പറയാം, ബണ്ടില് പറയാം, ബഞ്ച് പറയാം, അതൊക്കെ കളക്ട് ചെയ്യുന്നതാണ്. ബഞ്ച്, ബണ്ടിൽ, ബണ്ടിൽ ഓഫ് സ്റ്റിക്ക് എന്ന് പറയാം, ബണ്ടിൽ ഓഫ് ഫ്ലവർ പറയാം, ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് പറയാം. ഇപ്പോ ഒരു നമ്മള് ടീം പറയും, ടീം, എ ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സിനെ പറയുന്നതാണ് ടീം എന്ന് പറയുന്നത്, അല്ലെ? അത് കളക്ട് ചെയ്യുന്നതാണ് ടീം എന്ന് പറയുന്നത്. ദെൻ പിന്നെ ഗ്യാങ് പറയും നമ്മള്, ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെ? ഒരു ഫ്രണ്ട് സർക്കിളിനെ പറയുന്നത് ഗ്യാങ് എന്ന് പറയും, അല്ലെ? ഒരു ഗ്യാങ് ആണെന്ന് പറയും, അതൊരു കളക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് എന്താണ് നൗൺ. അതായത് 4 4 kinds nouns ആണ് ഞാനിപ്പോ പറഞ്ഞത്. സോ ഇതെല്ലാം ക്ലിയർ ആയോ? മനസ്സിലാവുന്നുണ്ടോ? യെസ് മിസ്. യാ, ക്ലിയർ ആണ്. സോ നിങ്ങൾക്ക് എന്താണ് ക്ലിയർ ആയതെന്ന് വെച്ചൊന്ന് പറയാമോ? Nouns are 4 types: proper noun, common noun, abstract noun, and collective noun. Yeah. Explain. Explain. Noun is a specific name, means a place name, Kozhikode, Trivandrum, like that. Same person too. It has a specific name. Common noun means girls, a woman, soap, like that. Abstract noun, we can't touch and hear. Collective noun, examples of a group of students, audience, galaxy, like that. Yeah. Okay. Okay. Next ആരാ പറയാ? Nouns can be classified into 4. The noun is the name of a person or a place or thing. Then the 4 classification of nouns are proper noun, common noun, and abstract noun. The last one, collective noun. Proper noun is specified as a particular name or places. Example, names such as Meera, Neena, Manu, etc. And then places like different types of places like Kannur, Kasaragod, Trivandrum, Ernakulam, etc. Then common noun is described as it is a commonly used name, such as boys, kings, river, particular states, etc. Then third one, abstract noun. Abstract noun, it does not touch, seen, hearing. Example, beauty, death, youth, etc. The last one is collective noun. Collective noun can be described as a group of particular things, such as a group of eagle, a group of tiger, a group of jellyfish, a group of crocodile, etc. ഓക്കെ, കളക്റ്റീവ് നൗൺ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് എന്ന് മാത്രം പറയാതെ കറക്റ്റ് ആയിട്ട് കളക്റ്റീവ് നൗൺ ഏതാണ് ആ പേര് പറയും, അതാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഇനി who's next?
വോയിസ് ക്ലിയർ ആയാലും Nouns are classified in four types. Proper nouns, common nouns, ആരെങ്കിലും abstract nouns, and collective nouns. The proper nouns are കേൾക്കുന്നില്ലേ? ആരെയൊക്കെ പറയുന്നേ? രാധികയാണോ? ഞാൻ രാധിക. കേട്ടില്ലേ? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഇടയിൽ ആരോ സംസാരിച്ചു, ക്ലിയർ ആയില്ല. ഓക്കെ, കണ്ടിന്യൂ ചെയ്യട്ടോ. Okay. The nouns are classified in four types. Proper nouns, common nouns, abstract nouns, collective nouns. The proper nouns is a person or a place or thing. It is the example of names, etc. The common nouns is can be common a common words use nouns, boys, kings, rivers, etc. The abstract nouns is can be the senses or the eyes or nose, touch. This is the example of death, beauty, youth, pleasure, etc. Collective nouns. Last one is collective nouns. It is example of bench, team, fleet, etc. Okay. Yeah. Okay. Yeah, അധികം മുട്ടിയ. Okay. സോ ഇത്രയും പേര് ഇംഗ്ലീഷിൽ പറഞ്ഞത് കൊണ്ട് അയ്യോ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ, ഞാനൊക്കെ ഇംഗ്ലീഷിൽ പറയുമെന്ന് ഓർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. കംഫർട്ടബിൾ അല്ലെങ്കിൽ മലയാളത്തിലായാലും പറയാം. ഓക്കെ. Your name, Fatima? Fatima ആണോ? Yes, ma'am. Yeah, പറയൂ. Noun is the name of a person, place or a thing. There are four different types of nouns: proper noun, common noun, abstract noun, and collective noun. Proper noun is a particular or unique name of a person or a place. Example: Kerala, Fatima, Trishur, etc. Common noun is the nouns which are used commonly to denote someone or something, such as girls, boys, women, etc. Abstract nouns are the nouns which cannot be observed or found by our senses. Example: freedom, ego, angry, childhood, etc. Collective nouns are the nouns which are used to denote a collective or a group of objects or things, like galaxy, group of eagles like convocation, etc. Yeah, okay, clear. Next. ഞാൻ പറയാം ഫാത്തിമ. Nouns are of four types: proper noun, common noun, abstract nouns, and collective nouns. Proper nouns means name of a person, a place, or an animal or thing. For example, Fatima, India, etc. Then next one is common noun. Common nouns are the general names of a person or a place or an animal. For example, country, river, boy, etc. Next one is abstract noun. Abstract nouns is the name of an idea or something or a feeling which that we cannot touch or see. For example, anger, beauty, patience, etc. And the last one is collective noun. Collective noun means it's a group of person or things like that. For example, a fleet, a bunch, a pack, etc. Yeah,
Okay. Next. ഇനി ജസ്റ്റ് ഇനിയിപ്പോ ഇത്രയും നൗൺസ് പറഞ്ഞു. ഇത് കൂടാതെ ഒരു നൗൺ കൂടെ ഉണ്ട്, കൗണ്ടബിൾ നൗൺ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ. അത് നിങ്ങൾക്ക് പറയുന്ന പോലെ എന്താണ്, കൗണ്ടബിൾ മീൻസ് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന എണ്ണാൻ പറ്റുന്ന എന്തും എന്താണ് കൗണ്ടബിൾ നൗൺ ആണ്. ദെൻ എണ്ണാൻ പറ്റാത്തതോ അത് അൺകൗണ്ടബിൾ നൗൺ ആണ്. ഓക്കെ, അപ്പൊ കൗണ്ടബിൾ നൗൺ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എക്സാമ്പിൾ ഒന്ന് പറയാവോ, കൗണ്ടബിൾ നൗൺ അൺകൗണ്ടബിൾ നൗൺ? Uncountable stars ഒക്കെ. Uncountable Can robot. answer countable Uncountable milk, right. Water of a weight river. of milk, Stars. rice, Uncountable. mustard, wheat, rice, Examples for stars, uncountable nouns: say milk, water, money, oil, etc. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മുടെ കൺമുന്നിൽ എന്തൊക്കെയാണോ എണ്ണാൻ പറ്റുന്നത് അതെന്തും കൗണ്ടബിൾ ആണ്. എണ്ണാൻ പറ്റാത്തതോ അത് അൺകൗണ്ടബിൾ ആണ്. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്, അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോ നൗൺ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, ആബ്സ്ട്രാക്ട് നൗൺ, കളക്റ്റീവ് നൗൺ ആൻഡ് കൗണ്ടബിൾ നൗൺ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ. ഇത്രയും നൗൺസേ ഉള്ളൂ. സോ ക്ലിയർ ആണല്ലോ? യാ, ക്ലിയർ ആണല്ലോ? സോ ഇനി ആരാ പറയാ, ക്വിസ് നെക്സ്റ്റ് കൗണ്ടബിളും അൺകൗണ്ടബിളും ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയാം. ഓക്കെ, ആരാ പറയാ? hello, ഹലോ hello, ഹലോ, കേൾക്കുന്നില്ല? Usha Anil, hello, കേൾക്കാം. countable and uncountable nouns. The nouns that can be counted is ഫസ്റ്റ് hello, ഫസ്റ്റ് പ്രോപ്പർ hello, counts, nouns that can count is called countable. Nouns that cannot be counted is called uncountable. എക്സാമ്പിൾ? Hello, nouns that can count is called countable. Okay, ഓക്കെ, nouns that cannot count is called uncountable. Countable okay. nouns are boy, girl, bottle, what we can count one by one, that is. Uncountable means we cannot count it. Stars, rice we can count, but we cannot fill it up. After counting, we cannot say that all counted. Yeah. Money is also uncountable. Then wheat, so on. Okay, that is all. Okay. Yeah. Who's next? Nouns which can be counted exactly are called countable nouns. Example, the boys, girls. The nouns cannot be counted exactly are called uncounted nouns. അതായത് water of river, river water, the stars, the example. Okay. Yeah. Okay. ഫസ്റ്റ് ഒടുങ്ങി പറയൂ, പ്രോപ്പർ ഒടുങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ട് കൗണ്ടബിൾ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അത്രയും നൗൺസ് പറയാം. ഓക്കെ, പറയൂ. നെക്സ്റ്റ് മിസ് ഞാൻ പറയാം. Okay. Nouns which can be counted exactly are called the countable nouns. Examples: the boys of a classroom, a flower of a plant, ഒരു ചെറിയ plant ഉദ്ദേശിക്കും. And the nouns cannot be counted exactly are called uncountable nouns. Example: the river water, the stars, ഒക്കെ വരത്തില്ലേ അത്? Okay. Yeah. Okay. Next, Tara. Noun Yeah, is I the know.
Noun is the name of person, place, or things. It can be classified into 4 types. That is proper nouns, common nouns, abstract nouns, and collective nouns. And 2 major classification is countable nouns and uncountable nouns. Proper nouns may indicated proper name, place, district, etc. For example, Nisha, Varghese, Kannur, etc. Then common noun is it is commonly used words. Boys, for example, boys, king, river, etc. Then abstract noun it is only feel or experience. It cannot be visible, touch, or hear. It is not observed with the 5 senses. For example, death, beauty, youth, etc. Then collective noun is it is a group of whatever. For example, group of students is called classes. Group of stars is called galaxy, etc. Then countable noun is noun can be counted. It is called countable nouns. For example, um, money, tree, etc. Then uncountable nouns is nouns cannot be counted. It is called uncountable nouns. Yeah. Okay. ഇനി ആരാ? സൗമ്യ പുരുഷോത്തമൻ. സൗമ്യ പുരുഷോത്തമൻ ഹാൻഡ് റൈസ് ചെയ്തുകൊണ്ട് ഞാൻ വിളിച്ചതാണ്. ഹാൻഡ് റൈസ് ചെയ്തിരുന്നോ? ഓക്കെ, പറയൂ. സൗമ്യ പുരുഷോത്തമൻ. പറയൂ, ക്ലിയർ അല്ലല്ലോ. ഹലോ, പറയൂ. സൗമ്യ പുരുഷോത്തമൻ. പറയൂ, എന്തൊക്കെയാണ് പ്രോപ്പർ നൗൺ? എന്താണ് എല്ലാം പറയൂ. എന്താണോ മനസ്സിലായത് പറയാം. സൗമ്യ എന്തോ ഇംഗ്ലീഷ് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മലയാളത്തിൽ പറയാം. സൗമ്യ പുരുഷോത്തമൻ സൗമ്യ പുരുഷോത്തമൻ എറണാകുളം എടവനക്കാട്. ഓക്കെ, അത് ഞാൻ പറഞ്ഞതേ ഇന്ന് നമ്മൾ എന്താണോ ക്ലാസ് എടുത്തത് അതിനെ കുറിച്ച് പറയാനാണ്. ശ്രദ്ധിച്ചിരുന്ന ക്ലാസ്സില്? പറയൂ, എന്താണ് പ്രോപ്പർ നൗൺ, എന്താണ് കോമൺ നൗൺ, എന്താണ് എന്ന് പറയൂ. നൗൺ എന്താണ്, എന്താണോ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലായത് എന്ന് പറയൂ. കേൾക്കുന്നുണ്ടോ? ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചിരിക്കൂ. മനസ്സിലായില്ല. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരിക്കൂ, ഒന്നുകൂടെ ശ്രദ്ധിച്ചിരിക്കൂ. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. ഒന്നുകൂടെ പറയാം. ഓക്കെ, ഇനി ആരാ പറയാം? അടുത്ത ആരാ പറയാം? നെക്സ്റ്റ് ആരും പറയുന്നുണ്ടോ? ഹലോ, ആരാണ്? നൗഷി. മിസ്സേ, ഞാനിപ്പോ കയറി മിസ്സേ. എനിക്ക് വോയിസ് കേൾക്കാൻ പറ്റുന്നില്ലേനു. കേൾക്കാൻ പറ്റുന്നില്ല? ഇല്ല, ഇടക്കിടക്ക് ബ്രേക്കപ്പ് ആയി പോന്നു. പിന്നെ ഫസ്റ്റ് ആയിട്ട് ക്ലാസ് കയറുന്നത്. ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ, ടൈം കഴിഞ്ഞു. റെക്കോർഡ് ക്ലാസ് കാണും. നാളെ ക്ലാസ് അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഗ്രൂപ്പിലുണ്ടാവും.
ഓക്കെ സോ അത് കാണും, ക്ലാസ് റൂമിൽ ഉണ്ടാവും. സോ അത് കാണും. ഓക്കെ, എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ മിസ്സേ നോട്ട് എഴുതി വെക്കണം മിസ് ഇതിന്. നോട്ട് എഴുതിയെടുക്കണ്ട, നോട്ട് എഴുതിയെടുക്കാൻ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറയുമ്പോൾ മാത്രം എഴുതിയെടുത്താൽ മതി. ഇന്നത്തേക്ക് ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് ഞാൻ അതിന് പറയുന്നുണ്ടോ നിങ്ങള്? ഞാനിതിൽ പറയുമ്പോ ഇംഗ്ലീഷ് പറയണമെന്ന് ഞാൻ പറയുന്നില്ല. ഇംഗ്ലീഷ് പറയാൻ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, എന്തോ എനിക്ക് ഞാൻ എഴുതി വെച്ചേക്കുന്ന എനിക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതി വെച്ച കാര്യം ഞാൻ പറയാം. ഓക്കെ മാം. Noun. The noun is the name of a person, place or thing. Nouns are classified into 4 kinds: proper nouns, common nouns, abstract nouns, collective nouns. Okay. ഇനി പ്രോപ്പർ നൗൺസ് ഒരു പേര് അല്ലെങ്കിൽ പ്രോപ്പർ പ്ലേസ്, ഇതിനെയാണ് നമ്മൾ പ്രോപ്പർ നൗൺസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സൗമ്യ, കണ്ണൂർ, എറണാകുളം, തമിഴ്നാട്, എക്സെട്ര. കോമൺ നൗൺസ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഒരു പേരുണ്ടാവും, അതിനെ നമ്മൾ കോമൺ നൗൺസ് എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ ബോയ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, റിവർ, ട്രീ, എക്സെട്ര. അബ്സ്ട്രാക്ട് നൗൺസ് കാണാനോ കേൾക്കാനോ പറ്റാത്തതാണ് അബ്സ്ട്രാക്ട് നൗൺസ്. എക്സാമ്പിൾ ഡെത്ത്, ബ്യൂട്ടി, യൂത്ത്, പ്ലഷർ, പേഷ്യൻസ്, എക്സെട്ര. കളക്റ്റീവ് നൗൺസ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാരെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തെയാണ് കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. ഇത് ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഓഡിയൻസ്, ഗാലക്സി, ജൂറി, ഫ്ലീറ്റ്, എക്സെട്ര. പിന്നെ വരുന്നത് ഗ്രൂപ്പ് ഓഫ് ടൈഗർ, ആംബുഷ്, ജെല്ലിഫിഷ്, സ്മാക്ക്, ക്രൊക്കോഡിൽ, ബാസ്ക്. ഇതെല്ലാം ഒരു ഗ്രൂപ്പ് ഓഫ് സൂചിപ്പിക്കുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ്. നൗൺസ് വിച്ച് ക്യാൻ ബി കൗണ്ടഡ് എക്സാക്ട്ലി ആർ കൗണ്ടബിൾ. ഫോർ എക്സാമ്പിൾ ബുക്ക്, ചെയർ, ഡെസ്ക്, girl, pen, etc. Nouns which cannot be counted exactly are uncountable nouns. For example, water, oil, sugar, petrol, etc. Okay, thank you, ma'am. Yeah, good. Okay, so ഇന്ന് ക്ലാസ്സിൽ എടുത്തത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് കണ്ടതിന് ശേഷം ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം. ഓക്കെ, ഞാനിപ്പോ പറഞ്ഞ പോലെ ഞാൻ പറയുമ്പോ ഇംഗ്ലീഷിൽ പറയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, മലയാളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് എന്താണോ ക്ലാസ്സിൽ മനസ്സിലായത് അത് പറയാം. ഇനി അഥവാ മനസ്സിലായില്ലെന്നാണെങ്കിലോ മിസ് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ക്ലാസ് എടുക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലാസ് ഒക്കെ മനസ്സിലാവുന്നല്ലോ? കംഫർട്ടബിൾ ആണല്ലോ എല്ലാവരും? ക്ലിയർ ആവുന്നുണ്ട്, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്, മനസ്സിലാവുന്നില്ലേ? പറയണം. ഓക്കെ, മനസ്സിലാവുന്നില്ലെങ്കിലാണെങ്കിൽ എന്തായാലും പറയാം. ഓക്കെ, ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? എന്തോ സോ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ മനസ്സിലാവുന്നില്ലെങ്കിലോ പറയണം. നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്ക് അറിയുള്ളൂ, അല്ലെങ്കിൽ ഞാനിപ്പോ എടുക്കുന്ന രീതിയിൽ അങ്ങനെ എടുത്ത് പോകും. ഇനിയിപ്പോ സ്പീഡ് കൂടുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത്തിരി സ്ലോ ആയിട്ട് പറയണമെങ്കിലോ അല്ലെങ്കിൽ എക്സാമ്പിൾസ് കൂടുതൽ വേണം, കുറച്ചുകൂടി നന്നായിട്ട് പറയണം, എന്തുണ്ടെങ്കിലും നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാം. ഓക്കെ, ഞാനൊന്നും വിചാരിക്കില്ല, നിങ്ങളത് പറഞ്ഞോളൂ, ഞാനൊന്നും വിചാരിക്കില്ല. എന്തുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് പറയാം. ഓക്കെ, ക്ലിയർ ആണ്? സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, miss. Thank you, ma'am. Thank you, miss.